Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തോരനാണ്. സദ്യക്കുള്ള തോരൻ, മിക്സഡ് വെജിറ്റബിൾ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. So keep watching. Hope you like it. അപ്പോൾ തോരൻ തയ്യാറാക്കാൻ വേണ്ടി എന്തൊക്കെ പച്ചക്കറികൾ വേണം നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് ആണ്. ക്യാബേജ് ഒരു ഫുൾ ക്യാബേജിന്റെ ഒരു കാൽ ഭാഗമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാബേജും ക്യാരറ്റും വെച്ചിട്ടുള്ള തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തെടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനൊരു ഫുൾ ക്യാരറ്റ്, അത്യാവശ്യം ഒരു സൈസുള്ള ക്യാരറ്റാണ്, ഒരു ഫുൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് സവോളയാണ്. പകുതി സവോള, ഒരു മീഡിയം സൈസുള്ള സവോളയുടെ പകുതി സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ പാനിലാണ് തോരൻ തയ്യാറാക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാനാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എല്ലാ ചീനിച്ചട്ടിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ എണ്ണ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു ചെറിയൊരു റെഡിഷ് ബ്രൗൺ കളറാവും. അതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റുക. ഉഴുന്നും പരിപ്പിൻ്റെ കളറൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് ഇടാൻ പോകുന്നത് വറ്റൽമുളകാണ്. ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുവാണ്. അതോടൊപ്പം കറിവേപ്പിലയും കൂടെ ഇടുവാണ്. കറിവേപ്പില 2 കൊത്ത് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലോട്ട് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം സവോള ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം പെട്ടെന്ന് സവോള നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് ബ്രൗണിഷ് ഒന്നും ആവണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്, അരിഞ്ഞതല്ല, ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തോരൻ കുഴഞ്ഞൊന്നും പോവില്ല, നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് 1 മിനിറ്റ് ഒന്ന് ക്യാരറ്റും ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജും ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്, അരിഞ്ഞതല്ല. അതിനുശേഷം ക്യാബേജും ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അടച്ചു വെച്ച് ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ക്യാരറ്റും ക്യാബേജും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതായതുകൊണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് നമ്മളൊരു 3 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇതിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തോരൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സാധാരണ ഇത് മിക്സിയിലൊക്കെ ഇട്ട് അരച്ചാണ് എടുക്കുന്നത്, പക്ഷെ നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അല്ലാണ്ട് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ 4 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് തുറക്കാം. ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് ഇത് ഇളക്കി കൊടുത്തായിരുന്നു. ചിലപ്പോൾ അടി പിടിക്കില്ല, എന്നാലും ജസ്റ്റ് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ വേവാനാണ്. അപ്പോൾ നമ്മൾ 3 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നന്നായിട്ട് ക്യാരറ്റും ക്യാബേജും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഒന്നും കൂടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തോരൻ നമ്മൾ ഇതുപോലെ വഴറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. തോരൻ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴാണ്, മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒരു 4-5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ തോരൻ നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാവും. നമുക്കപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.